അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ എന്താ റൂമൊക്കെ എടുത്ത് ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷൊക്കെ ആയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ മഹാരാഷ്ട്രയിലെ എവിടെ എത്തി, സത്താറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ റൂം എടുത്ത്, റൂമിനൊക്കെ വളരെ വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മലയാളികളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ റൂം എടുത്ത് ഫ്രഷായി ഇതാ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. നിന്നു അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് കേട്ടോ കുറേ ആളുകൾ കടൽ ബേർഡ്സിന് ടിക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അല്ലൂസ് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരുപാട് വണ്ടികൾ ഭയങ്കര സ്പീഡിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിട്ട് അവനക്ക് ഭയങ്കര വാശിയായിട്ട് ലാസ്റ്റ് ഞാൻ അവനെ ഇറക്കിയിട്ട് അവനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒരുപാട് ആളുകൾ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഒരു വെറൈറ്റി ബേർഡ് അല്ലേ, ഒരു വെറൈറ്റിയാണ്. അവർ ഇവർക്ക് കഴിക്കാനായിട്ട് തീറ്റ മേടിച്ച് വന്നിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നൊക്കെ കുറേ ആളുകളുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ പൂനെയൊക്കെ കഴിഞ്ഞ് ഏകദേശം മുംബൈ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പൂനെ ഒരുപാട് നമ്മളെ ഇതൊക്കെ ഉണ്ട്, പറയുക, ടണലും കാര്യങ്ങളും ഒരുപാട് കണ്ടു കേട്ടോ. ഒരു 4-5 ടണലൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈ എത്താറായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ
എക്സ്പ്രസ് വേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ടൗണും കാര്യങ്ങളാണ്. മുംബൈ ഔട്ടർ ആണെങ്കിൽ പോലും ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ എത്തണമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്കൊരു പുലർച്ചെ 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സൂറത്ത് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴെങ്കിലും എത്തണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഭയങ്കര പ്രശ്നമാട്ടോ. ഫുഡ് നമുക്കൊന്നും കിട്ടില്ല. ഈ ചായയും അതുപോലെ തന്നെ ബണ്ണും അങ്ങനത്തെ സംഭവങ്ങളാണ് കഴിക്കുന്നത് കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് ഫുഡൊന്നും കിട്ടുന്നില്ല. നമ്മളെ കേരള ഫുഡൊക്കെ മിസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. പക്ഷെ സൂറത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി നമ്മളെ കേരള ഫുഡൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു ഹിക്കുണ്ട്, അപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ റോഡ് സൈഡിൽ ഒരുപാട് കടകളുണ്ട് ഇങ്ങനത്തെ കേട്ടോ. ടെഡി ബിയേഴ്സ്, അതുപോലെ തന്നെ നമ്മളെ ബ്ലാങ്കറ്റ്, പില്ലോസ്, അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. നൈറ്റ് ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേക വ്യൂ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് എന്താണെന്നറിയില്ല, പക്ഷെ അവർ ഓവർ റേറ്റൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ടെഡി ബിയറിന്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ടെഡി ബിയറിനൊക്കെ ഒരു വില ചോദിച്ചപ്പോൾ 1000, 1200, 1300 അവർ റേഞ്ചിൽ പറയുന്നുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവർ നല്ല റേറ്റ് ഓവറായിട്ട് പറയുന്നത്. നമ്മളൊന്നും എടുത്തതൊന്നുമില്ല, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് എടുക്കട്ടെ. കാണാൻ നല്ല ഭംഗിയാട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോരാനേ തോന്നുന്നില്ല. അല്ലൂസ് ഭയങ്കര ഉറക്കമായത് കൊണ്ടാണ് അല്ലൂസ് ഇറങ്ങാഞ്ഞതും ഇതിനൊന്നും വാശി പിടിക്കാഞ്ഞതും കേട്ടോ. അപ്പം നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു കുളിർമ അല്ലേ. ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ ഓവർ റേറ്റാട്ടോ. അത്രയും റേറ്റൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതാണ്. പക്ഷെ അടിപൊളിയായിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഒരുപാട് കടകളുണ്ട്. അടുത്തടുത്തായിട്ട് ഒരുപാട് കടകളുണ്ട്. വെറൈറ്റി കടകളുണ്ട് കേട്ടോ. കേട്ടോ ഇങ്ങനെ കൂട്ടത്തോടെ കാണുമ്പോൾ ഭയങ്കര രസം അല്ലേ.